ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഓരോരോ തിരക്കിൽ പെട്ട് പോകുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലേറ്റായി പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റവും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിത് അവിടെ കുറച്ച് ഈത്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങയും ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈത്തപ്പഴം കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല അലിഞ്ഞ ടൈപ്പിലുള്ള ഈത്തപ്പഴമൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ആവും. മൊത്തമായിട്ടും 1 കിലോ ഈത്തപ്പഴം വെച്ചിട്ടാണ് നമ്മളിതോടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/2 കിലോ ഈത്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ആദ്യം കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ കുരു കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് അതൊന്നും കൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പകുതി കൂടെ നമുക്ക് കുരു കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ മൊത്തം 1 കിലോ ഈത്തപ്പഴത്തിലേക്ക് ഞാനിവിടെ ഒരു 8 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നാരങ്ങ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ വേണം എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയുടെ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ള നാരങ്ങ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർക്കെങ്കിലും ഒരു കയ്പുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാരങ്ങയുടെ കറക്റ്റ് വേവ് എന്ന് പറയുന്നത് ഇതുപോലെ നാരങ്ങ ചെറിയ രീതിയിലൊന്ന് പൊട്ടി വരണം. അങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു സമയം വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നാരങ്ങയിലൊക്കെ അതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആവിയിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം എന്നില്ല കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് അങ്ങനെ തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു നാരങ്ങ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴം ഒന്നും കൂടെ കഴുകിയെടുത്തതിന് ശേഷം ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കൂടുതൽ ഡ്രൈ ആയി പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നല്ല അലിഞ്ഞ ഈത്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ പകുതി ഈത്തപ്പഴം മാത്രമാണ് ഞാൻ ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി പകുതി ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈത്തപ്പഴം നാരങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണയിൽ ചെയ്തെടുക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ഈ അച്ചാറിന് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് കാലം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയൊക്കെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അളവ് കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ ഒരു പച്ചമണം പോയി കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉണക്കമുന്തിരി മാത്രം വെച്ചിട്ടും ആ ഒരു രീതിയിലും അച്ചാർ റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് തന്നെ നമ്മുടെ മുന്തിരി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നല്ലപോലെ ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് എരിവിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സെയിം രീതിയിൽ തന്നെ അച്ചാർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയിലിട്ടിട്ട് ഈ ഒരു മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ നാരങ്ങ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ ചെറുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 8 പീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാതെയാണ് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നല്ല പഴുത്ത നാരങ്ങ എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരുപാട് സമയം അങ്ങനെ വെച്ച് കൊടുക്കരുത്. അപ്പോഴാണ് നമ്മുടെ നാരങ്ങയ്ക്ക് ശരിക്കും ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നാരങ്ങയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കിലോ ഈത്തപ്പഴം ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ കുരുവൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു 1/2 കിലോ ഈത്തപ്പഴം കൂടെ ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമ്മൾ 1 കിലോ ഈത്തപ്പഴമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമ്മുടെ ഈത്തപ്പഴമൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് വെച്ച് അങ്ങനെ കുതിർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിലിങ്ങനെ പീസായിട്ട് കിടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അധികം കുതിർക്കാത്ത ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും
അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാറിന് നല്ല ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ ഓൾറെഡി മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മധുരം എല്ലാം കൂടെ ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഈന്തപ്പഴമൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്ക ചേർത്ത് കൊടുക്കാം, അഥവാ നമ്മുടെ വിനാഗിരി. അപ്പോൾ നമ്മുടെ അച്ചാറിന് പുളി എത്രത്തോളാണോ വേണ്ടത് അതിനനുസരിച്ച് സുർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ 1 ലിറ്ററിൻ്റെ അടുത്ത് സുർക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എസൻസ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള സുർക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്ന സുർക്കയുടെ ബോട്ടിലൊക്കെ ആണെങ്കിൽ 1 ലിറ്ററിൻ്റെ അടുത്ത് സുർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പുളി ഇടക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാറൊക്കെ ചൂടാറി വരുന്ന സമയത്തും കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഈത്തപ്പഴം നാരങ്ങയൊക്കെ പൊങ്ങി കിടക്കുന്ന ആ ഒരു രീതിയിൽ അതിനേക്കാളും മുകളിലായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം സമയം തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈത്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. കാരണം ഇത് നല്ല ഹാർഡായിട്ടുള്ള ടൈപ്പ് ഈത്തപ്പഴമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം ടൈം തിളപ്പിച്ചെടുക്കുന്നത്. നല്ല അലിഞ്ഞ ഈത്തപ്പഴമാണെങ്കിൽ ജസ്റ്റ് തള വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അച്ചാറൊക്കെ അത്യാവശ്യം ലൂസായിട്ടാണുള്ളത്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വരും. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല പോലെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഈ ഒരു തിക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്തും തന്നെ വെള്ളമൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുർക്കത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചൂടാറി കഴിയുന്ന സമയത്ത് നല്ലപോലെ കുതിർന്ന് വരുമ്പോൾ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ അച്ചാറിന് ഒരുപാട് ഗ്രേവിയൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളമോ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ള നമ്മുടെ ഈത്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ കല്യാണ വീടുകളിൽ നിന്നൊക്കെ നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ സ്പെഷ്യലായിട്ട് ഇതുപോലത്തെ നാരങ്ങയും ഈത്തപ്പഴം കൂടെ ചേർത്തിട്ടുള്ള മിക്സ്ഡ് അച്ചാറുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇനി മുതൽ വീട്ടിലും ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഈത്തപ്പഴം നാരങ്ങയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അച്ചാർ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഞാനിവിടെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ബോട്ടിൽ നിറയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അച്ചാർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാർ മാസങ്ങളോളം നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല.